ഗൈസ്, നമ്മളെ ഇന്നത്തെ വ്ളോഗ് ഒരു വെറൈറ്റി വ്ളോഗാണ്. വെറൈറ്റി ഒന്നുമില്ല, പുഴുങ്ങാൻ പോവാണ്. എന്താ വെച്ചാലേ ഇപ്പോൾ സമയം 2 മണി ഉച്ചക്ക് 2:25. ഇത് 36 ഡിഗ്രി സെൽഷ്യസ് ചൂട്. തന്നെ വെള്ളം കുടിക്കുന്നുണ്ട്. ചൂടത്ത് നമ്മള് AC ഇടാതെ കാറിൽ പോവാണ്. അത് ഉറങ്ങി അവനെ ഉറക്കത്തിന് നീപ്പിച്ച് കണ്ടു പോവാന്ന് പറഞ്ഞ് പോവാ. ഇത് നമ്മള് ദുബായിലെത്തിയ മുതൽ ഇങ്ങനെ പറയുന്നുണ്ട്, നമ്മള് AC ഇടാതെ ചൂടത്ത് വെറുതെ തമാശക്ക് പറഞ്ഞ. പക്ഷെ ഇന്ന് കാര്യത്തിലായി. വണ്ടി ഇവിടെ വണ്ടി ഇവിടെ ഉണ്ട്. ഇതല്ല കേട്ടോ വണ്ടി, അതിൻ്റെ അപ്പുറത്താ. ചെങ്ക സെറ്റല്ലേ, പോവല്ലേ? നമ്മളെ വണ്ടി ഇവിടെ ഉണ്ട്, വണ്ടി കയറാൻ പോവാണ്. പരിപാടി പൊളിക്കോ? വലിയ ചൂടൊന്നും ഇല്ല. ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി ചിപ്പു ഈ നായ്ക്കളെ കൊണ്ട് കുടിക്കല്ലോ. നാച്ചുക്കേ, നമ്മൾ നാച്ചുക്കുണ്ട് ഇവിടെ. അതുപോലെ ഞങ്ങൾ ചൂടത്ത് ഇടാതെ പോവാറപ്പോ തന്നെ ഇവിടുന്ന് മിന്നാണ്. വേറെ ആവശ്യമുള്ളതുകൊണ്ടാ നിനക്ക്? വേറെ ആവശ്യമുള്ളതുകൊണ്ട് പോവാട്ടോ. ടോപ്പിക്ക് ഇതാണ് പറഞ്ഞപ്പോ തന്നെ അങ്ങനെയൊക്കെ ഉണ്ട്. അതാണ് എന്റെ നല്ല അർജന്റായിട്ട് സാധനം കൊണ്ടുകൊടുക്കാം. അതിന്റെ ഫുള്ള് കുപ്പിയൊക്കെ എടുത്തിക്കണ് തലയിൽ കൂടെ വയ്ക്കേണ്ടി വരും. അമ്മ ചൂടാണ് കൂടെ. ഞാൻ വെച്ചാ ഇത് പിടിച്ചു. നമ്മൾ ഇന്നലത്തെ പ്രോഗ്രാമിന്റെ സാധനങ്ങളൊക്കെ കൊണ്ടുപോവാണ്. തിരി കത്തിക്കാനുള്ള മറ്റേ സാധനല്ലേ, അതെടുക്കാൻ പറഞ്ഞാൽ നമ്മള് മേലെ കോണ പരിപാടിക്കും. ചങ്ക് മസിൽ മാൻ. ഓഫ്, മുൻഭാഗം ഏതാ അറിയില്ല. പൊതുവെ എനിക്ക് ഒരു തൊപ്പിയും കൊള്ളലില്ല, തല സൈസ് ഉള്ളതുകൊണ്ട്. ബൈ ബൈ. ഇവിടെ പിടിച്ച ഫൈൻ കേട്ടോ. എത്തിന് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. തുണി മടക്കുത്തിയാലേ പ്രശ്നമുള്ളൂ. അങ്ങനൊന്നും പ്രശ്നം വരില്ല. പക്ഷെ അറബികളില്ലേ നല്ല ലോക്കൽസ്, അവരെ മുന്നിൽ ഒരു റെസ്പെക്ട് കാണിക്കാന്നാലാണ് പ്രശ്നം. ലുങ്കി എടുക്കാനും പാടില്ല അല്ലേ? ലുങ്കി എടുക്കാന് ബംഗാളികളൊക്കെ നടക്കുക. ഇതാണ് സംഭവം. അവരെ മുന്നിൽ മാത്രമേ പ്രശ്നമുള്ളൂ. പിന്നെ ചില അറബികളൊക്കെ പറഞ്ഞ മാളിൽ അവര് മുണ്ടെടുത്ത് ചെല്ലുമ്പോ തന്നെ അവര് പറയുന്നത് പറ്റില്ല. അറബികൾ കൂടുതലുള്ളത്. സെറ്റായോ? പോലെ നോൺ AC. എന്താ കഥ? വരലുള്ളി തൊട്ടതാ. ഇവിടെ 2 സെക്കൻഡ് കൈ വെച്ചാ ജലദോഷം മാറും. ആവിടിക്കാൻ കയറില്ല. സാധ്യതയോ ഗസ്റ്റ് ഒക്കെ വന്ന് നേരത്ത് ഇതിവിടെ കുറച്ചു നേരം വെച്ചാൽ തിളക്കൂല വെള്ളം, ചൂടാവും. ഗൈസ്, നമ്മളത് വണ്ടി കയറാൻ പോകണം. ഇരിക്കാൻ കഴിയോ? ഇരിക്കാൻ കഴിയോ? ഇരിക്കാൻ കഴിയോ? വേവോ? വേവോ?
കണ്ട കണ്ട AC ഇടൂല. അപ്പൊ നമ്മള് ചലഞ്ച് റെഡി ആവില്ല. ക്ലാസ് ആത്തല്ലേ എന്താ പുള്ളി ബിയമേ എന്താ പുള്ളി അല്ല ബൈക്കേരൊക്കെ പോണുണ്ടോ ചൂടത്ത്. എന്തായാലും അവൻ സമ്മതിച്ചണം. ഇപ്പൊ കൊഴപ്പില്ല, കുറച്ച് കഴിയുമ്പോ നോക്കാം എങ്ങനെയാണ്. ചൂട് ഇങ്ങോട്ട് മുഖത്തൊക്കെ അടിച്ചു കാര്യമല്ല. കുറച്ച് നേരം നമുക്ക് ഏസിലാവും. ഇത് നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഓഫാക്കാം. പറ്റൂല. അത് ചലഞ്ചിൽ തിരിച്ചാ പ്രശ്നം ചെയ്യും. അത് ചലഞ്ചിൽ പെടൂല. വെള്ളം പിടിക്കല്ലേ ഇപ്പൊ തന്നെ പിടിക്കണ്ട. പറ്റില്ല മോനെ. കുറച്ചുകൂടി കഴിഞ്ഞാ നല്ല പിടിക്കേണ്ടി വരും. ഇപ്പൊ കുടിക്കാനാണ് നിങ്ങളെ കുടിച്ചത് അല്ലേ? അതൊക്കെ മാത്രം തന്നെ. ഇത് ഞങ്ങള് വണ്ണം തന്നെ നമ്മള് ചെയ്താലെന്ന് ആലോചിച്ചിരുന്നു. പക്ഷെ അതായത് പ്രോഗ്രാം കഴിഞ്ഞോട്ടെ എഴുതി നിന്നതാണ്. നീരിറങ്ങിയാണ്ട് ജലദോഷം ഒന്നും വരണ്ടെന്ന് വിചാരിച്ചിട്ട്. അതായത് ഇവിടൊക്കെ പൊള്ളണേ മുഖത്തിന്റെ. മൂപ്പർക്ക് തന്നെ ശീലായി. മാക്സിമം വളവിലോടത്തോട് പോയാൽ മതി. അപ്പൊ കാറ്റ് കയറും. പെട്രോൾ കഴിയണം. ഇവിടെ പെട്രോൾ കഴിഞ്ഞ ഫൈൻ അല്ലേ? പെട്രോൾ കഴിഞ്ഞ എത്ര ഫൈൻ? എത്ര? 500. വിചാരിക്ക ഇല്ല റെഡ് തുടങ്ങി. കരിഞ്ഞ മണം വരുന്നുണ്ടോ? വലിച്ച് വരുന്നുണ്ടാ. ഇപ്പൊ എന്താ പറയാനുള്ളത്? സന്തോഷം. സന്തോഷം എന്നല്ല, മനസ്സിൽ നായ്ക്കളെ കൊണ്ട് കുട്ടികളെ ഓരോ കയപ്പ് കൊണ്ട് വന്നിട്ട് ഇവിടെ വിറ്റാൻ തുടങ്ങി. ഭയങ്കര ചൂടാ. അതായത് സ്റ്റോപ്പായോ? ഒന്നും പറയാൻ കിട്ടില്ല. വിങ്ങിട്ടേ വിങ്ങും നെഞ്ചിടുക്കിൽ താളമില്ല. എടാ എ സിയിലല്ലോ കുറച്ച്. AC ഇടൂല മുത്തേ. നമ്മള് ചലഞ്ച് പൂർണ്ണമാവണ്ടേ? ഗ്ലാസ് ഒന്നും ആത്തിയല്ലോ. സത്യക്കോ? അതായത് ഇതാണ് ട്രാഫിക്. ഇവിടുന്ന് പച്ച കത്തണില്ലല്ലോ അല്ലേ? ഓ കാര്യമില്ല. അന്റെ വിചാരം പുറത്തുനിന്ന് AC വരുന്നത്. ഇവിടെ പുറത്തേക്ക് തലടാ പറ്റൂല പറ്റൂല. പുറത്തേക്ക് തലട്ടപ്പ ഒലിച്ചിട നിക്കണ്. വിളക്കുണ്ടോടെ? പുറത്തേക്ക് തലടാനും പറ്റൂല. 5-6 ഒരാളും കൂടി നമ്മള് എടുക്കാനുണ്ട്. നമ്മളായിട്ട് പുഴുങ്ങണ്ട. അടുത്ത പുഴുങ്ങല് കിട്ടി. കാണുമ്പല്ലേ കയ്യിലേ. ഇനി മേലാൽ ഇങ്ങനത്തെ ചലഞ്ചിന് ഞാൻ ഏതോ ഹാൻഡിൽ ഓക്കെ പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞു വാക്ക് മാറ്റരുത് പറഞ്ഞു. അപ്പൊ എല്ലാരും ഉണ്ടേനെ അടുത്ത്. അപ്പൊ ഞാൻ വന്നു BM വാക്ക് മാറ്റില്ലായിരുന്നു. ഞാൻ പറയുമ്പോ നിങ്ങളെ സൈഡിൽ തിരികെ തരണം. AC ഇടൂല. AC ഇടൂല പറഞ്ഞാ ഇടൂല BM.
ഇടക്ക് വെള്ളം കുടിക്കാനുള്ള നിയമമൊക്കെ ഉണ്ട്. വെള്ളം കുടിച്ചോ ഇല്ലെങ്കിൽ ചത്തോ എന്തല്ലേ ആട് ജീവിതത്തില് നജീബിന്റെ ഒക്കെ അവസ്ഥ ആലോചിച്ചോക്കാം. ഞാനത് ആലോചിക്കണേ, നമ്മള് ആടുജീവിതം കണ്ടപ്പോ AC-യിൽ ഇരുന്ന് കണ്ടാണ് നമ്മള് സങ്കടം. ഞാനോ അവിടെ ബാക്കിൽ സുഖത്തിലിരിക്കാണ്. ആ സുഖം ഫ്രണ്ടിലാണ്. അതായത് AC-യിൽ ഇരുന്ന് കണ്ടാണ് നമ്മള് ആടുജീവിതം കണ്ട് സങ്കടപ്പെട്ടത്. ഇങ്ങനത്തെ ഫീൽ ഇരുന്ന് കാണണം. പടം കൂടി നമ്മള് കാണണം. അതാ റെഡ് പച്ച കത്തി ഈ ബൈക്കില് ഡെലിവറി ബോയ്സിൽ ഇവിടുത്തെ സമ്മതിച്ചണം ഇങ്ങനെ സെല്യൂട്ട് ചെയ്യണം. സത്യം. ഈ ചൂടത്ത് ഹെൽമെറ്റും പച്ച കത്തി ഇവിടുന്ന് ചൂട്ടണം. ഹെൽമെറ്റും ഇതൊക്കെ വെച്ചിക്കാണ്ട് ഇന്നേക്കാളും സങ്കടങ്ങളെ കാണുമ്പോഴാണ് ഉള്ളില് പറയണ്ടല്ലോ ഈ രണ്ട് ഈ നായ്ക്കളൊക്കെ നമ്മളപ്പോ അടുത്തതായിട്ട് പുഴുങ്ങാനുള്ള ആളിതാ പുഴുങ്ങി നിൽക്കുന്നുണ്ടാവും. ബദിരിങ്ങളെ ഇത് താവൂലേ? ഓ ചങ്ക കണ്ടന്റ് ആണ്. അതായത് വയറൊക്കെ നോക്ക ഒലിച്ചു ആകെ. സത്തുമേ നമ്മള് കാത്തുക്കണേ നമ്മളേ അതല്ല ഞാൻ നോക്കിയതല്ല, ഗ്ലാസ് ഒക്കെ കേട്ടിട്ട് വരണേ. അപ്പൊ പ്രേടം ഞാൻ എന്റെ ഒരു പ്രേടം വിചാരിച്ചു തെറ്റിക്കാൻ പറ്റില്ല. ഇതിനെ കുറിച്ച് ഞാൻ ആലോചിച്ചില്ലായിരുന്നു. ചലഞ്ചാണ്. AC ഇടാതെ വണ്ടി പോവാ, അതാണ് ചലഞ്ച്. വെള്ളം കുടിക്കണ്ട. അടുത്ത ട്രാഫിക് കിട്ടിയിട്ടുണ്ട്. എനിക്കില്ല, പക്ഷെ ഞാൻ ഒരാളടി വാക്ക് കൊടുത്തു പോയി. എന്നോട് അതേമായിട്ട് ചോദിച്ചാൽ തോന്നിട്ട് ഞാൻ BM ഒറ്റ വാക്കുള്ളൂ. കേക്കാൻ പറ്റില്ലല്ലോ. നാളെ നാട്ടില് പരിപാടി ഉണ്ട്, അതാ കോമഡി. ഇന്ന് രാത്രി നമ്മള് ഫ്ലൈറ്റ് ആണ്. നാളെ നേരം വെളുത്ത് നേരെ നമ്മള് ഷോക്കാണ്, എയർപോർട്ടിൽ നേരെ ഷോക്കാ പോവാ. നമ്മളെങ്ങോട്ടോ പോവാന്ന് വിചാരിച്ചത്. വെറുതെ വൈക്ക കൂടെ പോണത് വാങ്ങിയറിയില്ലേ? സാധനം കൊണ്ടുകൊടുത്തിട്ടൊന്നല്ലോ. എന്തായാലും ഇറങ്ങില്ലേ, സാധനം കൊടുത്തരഞ്ഞ്. മിക്സ് ഒക്കെ തേച്ചാലേ നീരൊക്കെ ഇങ്ങനെ പോരും. പക്ഷെ വേറെ ഇതിനെക്കാളും വേർത്ത് ചെയ്യാം. കാരണം ബാക്കിൽ നല്ല ചൂടല്ലേ. എന്നാ ഇവിടെ നോക്കി കാശ് കുളിച്ചു. വേറെ ഒരാളുടെ ഇവിടെ ഗ്ലാസ് ഇട്ട് വിഴുങ്ങണ. ഇതെന്താ വണ്ടി എണ്ണ? ഷാർജയില് വന്ന് കണ്ട് വണ്ടി തള്ള എണ്ണ കണ്ട് എങ്ങോട്ടെടുക്കഞ്ഞ് ഗൈസ്. ചൂടത്ത് ചലഞ്ച് എടുത്ത വീഡിയോ എടുക്കാൻ. ഇപ്പൊ എന്താ ഉണ്ടായതാരോ, വണ്ടിയിലെ എണ്ണ ഇഞ്ഞ് വണ്ടി തള്ള. ഇപ്പൊ ഇല്ലല്ലോ, ശരിക്കും വേർത്ത്. പോട്ടാണ്ട് വണ്ടി പോട്ടെ. ഏതായാലും ശരിക്കും ചൂടായി. ഫോൺ ഇതിന്റെ ഉള്ളിൽ എർത്തുകിട് അങ്ങനെ വണ്ടി എണ്ണ കുടിക്ക്. എന്താ എന്താ കഥ?
വേർത്തില്ലപ്പ ശരിക്ക് വരുന്നോ എണ്ണ കഴിഞ്ഞ വണ്ടി വരുന്ന വരവായി ചിമ്മിനൊക്കെ പോയിരുന്നത് എന്താണ് സർപ്രൈസ് ഉണ്ട്. എന്തേ എണ്ണ കഴിഞ്ഞതല്ല, ഞാൻ ഓഫാക്കിട്ടതാ. കാര്യത്തിലാ വള്ള കയറി വെറുതെ പറയാ. വേറെന്താ മിസ്റ്റേക്ക് അല്ല. അപ്പൊ എണ്ണ കഴിഞ്ഞല്ലേ നമ്മളത്? എണ്ണ കഴിഞ്ഞതല്ല ഗൈസ്, ബാറ്ററി ഇറങ്ങിയില്ല. സബ്ദരെ എന്തോ പറയാട്ടല്ലോ. അവിടെ വെച്ചോ ഇതാ ബോട്ടിലിതാ അതിലിട്ടൂല. ഫ്യൂലിനായിട്ട് ഒരു ബോട്ടിലുണ്ട്. ഗാനാണോ? ഏതായാലും അതാ പ്രശ്നം. ഇതിനൊരു ഓണർ ഉണ്ട് ഈ വണ്ടിക്ക്. ആ അതൊക്കെ ഇത് കണ്ടു കഴിഞ്ഞാൽ നോക്കിക്കോളേടാ. അതല്ല ആശങ്ക ആ എ സിയിൽ ഇരിക്കേനു വിളിക്കണ്ടില്ല. വെറുതെ പോന്ന മൂപ്പര് നമ്മളെ. ഇത്തരം സന്ദർഭങ്ങൾ ഞങ്ങളെ രക്ഷിക്കുന്ന ഒരു മായാവി അല്ലേ? ഇവിടെ ആരാണ്? ഫറാനല്ലേ? അപ്പൊ ഞാനാ ഗൈസ്. അപ്പോ എവിടക്ക പോണേ? എണ്ണ വാങ്ങാൻ പോവാണ് പമ്പക്ക്. ഗൈസ് അപ്പോ നല്ല ചൂടാണ്. അപ്പൊ നമ്മളിവിടെ ഒരു പമ്പിൽ കയറി അല്ലേ? വെള്ളം വണ്ടിന്റെ ആള് വന്നിട്ടുണ്ട്. നമുക്ക് വെള്ളം കുടിക്കാന് ഇതിനുള്ളിൽ കയറിയുണ്ട്. എന്തെങ്കിലുമൊക്കെ വാങ്ങി കഴിക്കട്ടെ. ചലഞ്ച് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. ഒരു അരമണിക്കൂർ കൂടി ഉണ്ടാവും അല്ലേ ഗൈസ്? അപ്പോൾ വണ്ടി റെഡിയാക്കിയിട്ടുണ്ട്. അതെന്തോ ബാറ്ററിൻ്റെ എന്തോ ഇഷ്യൂ തോന്നുന്നുണ്ട്. സെറ്റല്ലേ ചിപ്പോ? സെറ്റല്ലേ? ഇനി കുടുങ്ങോ? സെറ്റാണ്. അപ്പോൾ ഇനി നമ്മളിതാ വണ്ടിയിൽ കയറാണ്. ചൂടിന് കുറവൊന്നുമില്ല കേട്ടോ. നമ്മൾ ഗസ്റ്റ് റോളൊന്ന് സബ്സ്ക്രൈബ് ഇവിടെ പറയുള്ളത്. നമ്മൾ എത്താനായിക്കണ ഏകദേശം. ചലഞ്ച് കംപ്ലീറ്റ് ആക്കാൻ പോവാണ്. അറിയില്ല എങ്ങോട്ടേ ചലഞ്ച് അടിപൊളി. നമ്മ പുതിയ ചലഞ്ചും കൂടിയാണ് കിട്ടിയത്. വണ്ടി കേടന്ന് കണ്ട് തള്ളണേ. നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്തൊരു ചലഞ്ച് കിട്ടി. അതെ, ആദ്യമായിട്ടാണ് ഗൾഫിൽ നിന്ന് കണ്ട് വണ്ടി തള്ളണേ. മറ്റോ നമ്മുടെ ചങ്ക് ചങ്കിന്റെ ഗല്ലി ഏരിയാണിത്. ഇവിടെ വന്ന് കുട്ടികളും ആടോ ഞാൻ ചോദിച്ചായിരുന്നു അപ്പൊ. എന്നിട്ട് എല്ലാരും ലൈറ്ററും തീപ്പട്ടിയൊക്കെ മാക്സിമം എത്ര ആവും നോക്കാലോ. ചലഞ്ച് ചലഞ്ച് ശരി. ഫുൾ റോഡ് കൂടെ പിടിച്ച് പെട്ടെന്ന് അവിടെ എത്തിക്കും. പക കിട്ടിയാ അതൊരു രസമായി. കരയില്ലോ അവസ്ഥ സെറ്റല്ലേ? ഇപ്പൊ ഉള്ളതേ അത്ര ഇനി വരെ മഞ്ഞക്കാലം വിളിച്ചാൽ മതി. ചൂടിന് ഇനി BM എൻട്രിയിലാണ്. ആരാണ് അവിടെ ബ്ലോക്ക് ആക്കണേ? മാറ്റാടാ നായ്ക്കളെ. എന്ത് സുഖമാണ് കിട്ടണേ. ഉപ്പര മൈൻഡിലേ നമ്മളിങ്ങനെ AC ഇരിക്കണ ഒരു മൂടേക്കാരല്ലോ ഉപ്പർക്ക്. ഇവ പക കുട്ടികൾ ഇവന് ഏതൊക്കെ റോട്ടിക്കടെ പോണ്. ഇന്നലെ വരെ എങ്ങനെങ്കിലും എവിടേക്കെങ്കിലും പോയാൽ മതി എന്ന് വിചാരിച്ചെന്നായിരുന്നു പറഞ്ഞത്. തണുപ്പ് കൊണത്തറ എനിക്ക്. ആർക്ക് പറയാന് ചൂട് പറ്റൂല. വേഗം പോടാ. ഇതാ പറഞ്ഞ ഞാൻ പറഞ്ഞത് നല്ല പറഞ്ഞിട്ട്.
ഇങ്ങനത്തെ ചലഞ്ചിനെ അല്ല ഞാൻ എടുത്തരവിന് തണുപ്പ് എത്രയാണ് ഞാൻ സഹിച്ചു. അടുത്ത പ്രാവശ്യം തണുപ്പത്ത് കുപ്പായ അയച്ചിട്ടൊരു ചലഞ്ച്. അല്ല ഞാൻ അല്ല അതും ഡെസേർട്ടില് തണുപ്പിനെ പോയിട്ട് നമ്മള് ഐസ് വെള്ളത്തില് നത്തി. ഓ മാഷാ അല്ലാഹ്. എത്തി മക്കളെ 49 മില്ല എല്ലാരും സന്തോഷം. ഫൈനലി ഞങ്ങളിതാ വില്ലിലെത്തി. പുറത്തത്തെ കാറ്റ് കിട്ടാനേ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്തു. കഴിഞ്ഞു. ഇറങ്ങട്ടെ. കംപ്ലീറ്റ് ആക്കി. പൂച്ച സാർ സ്വർഗം. ഫുട്ബോൾ എന്താ കഴിഞ്ഞില്ല മോനെ സീന്. അപ്പോ മാറി നാളി അല്ലെങ്കിൽ വേറെ ചലഞ്ച് ആവും. അപ്പോ ചലഞ്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 36 ഡിഗ്രി ചൂടില് നമ്മളെ വെറുതെ സാധനം എടുത്തോക്കാന്ന് വിചാരിച്ചു. പക്ഷെ നമ്മൾ ഇറങ്ങി അതിനെക്കാട്ടി വലിയ ട്വിസ്റ്റാണ്. വണ്ടിക്ക് ഇടുന്ന് വണ്ടി തള്ളണ്ടി വന്ന് കുറെ നേരം ചൂടത്ത് പുഴുങ്ങി. അതാ ഉണ്ടോ കോലം സെറ്റല്ലേ സാർ? ഗസ്റ്റ് റോളിൽ വന്നുകൊണ്ട് പുഴുങ്ങിയ ആളാണ് ഡ്രൈവറാണ് അതിനെക്കാട്ടി പുഴുങ്ങി. വണ്ടിയെ മറ്റേ ജംഗ്ഷനിൽ നിന്നില്ലേ ആള് ഉള്ളിലിട്ട് ക്ലാസ്സൊക്കെ ഇട്ട് പുഴുങ്ങുക. അപ്പൊ എന്തായാലും നമ്മളെ വാശി പിടിച്ചിരിക്കണ വ്ലോഗ് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ബൈ. ഇപ്പോ ആരോഗ്യന്റെ അടുത്ത് കാണാമല്ലേ? ശരി, ബൈ.